അപ്പോൾ ചങ്ങായിമാരെ ഈ പെടക്കണ മീനൊക്കെ എങ്ങനെയാണ് വല വീശി പിടിച്ചത് നമുക്കൊന്ന് കാണണ്ടേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കടൽക്ഷോഭമുള്ള സമയത്ത് കടലിൻ്റെ മക്കൾ ഇത് കേരളത്തിൽ ചാലിയത്തും കോഴിക്കോടും മാത്രമേ ഈ പണി ഉണ്ടാവുള്ളൂ. കടലിൽ വല വീശി അപ്പോൾ നമുക്ക് മീനെന്ത് കിട്ടണമെന്നൊക്കെ നോക്കാം. വലിയ കടലാണ് വരുന്നത്. ഇത് പുഴയിലൊക്കെ അങ്ങനെ തോണിയിൽ വല വീശാറുണ്ട്. പക്ഷെ കടലിൽ ഇത് ചാലിയത്ത് മാത്രമേ കാണുള്ളൂ. ചാലിയത്ത് കോഴിക്കോട് മുമ്പുണ്ടായിരുന്ന ആളിൽ ഇപ്പോൾ കോഴിക്കോട് വല വീശലില്ല. അങ്ങനെ ഇതിപ്പോൾ ചാലിയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വല പിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മീൻ എന്തുള്ളത്. കുറച്ച് മീനുള്ളൂ. ഇതിപ്പോൾ കടലിൽ തോണി ഇങ്ങനെ ആടിക്കളിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ തന്നെ, കള്ളിയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ബാലൻസ് വേണം. പ്രാച്ചേ മുരുല്ലേ? അപ്പോൾ ഇന്നലെ ഇവർക്ക് വലിയ മുരൊക്കെ കിട്ടിയെന്നാണ് പറയണേ. അപ്പോൾ കടലിൽ നിന്ന് വല വീശിയാൽ കിട്ടണ മീൻ ഈ മാലിലേക്ക് ആക്കിയിട്ട് മാലി കെട്ടി തോണി നല്ല കെട്ടി വെച്ചാണ്. കാരണം കടൽ കുടുങ്ങി തോണി ഏത് നിമിഷവും മറിയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇവിടെ. അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ മീനും ഇതൊന്നും പോവാതെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടി മാലിയിലായി കെട്ടി വെക്കണേ. മീനിപ്പോൾ ഒരു വല വീശൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നല്ല മീൻ ഉണ്ടാവല്, ഇനി ഇഷ്ടം പോലെ മീൻ ഉണ്ടാവും. വലിയ അമൂറൊക്കെ വീശി പിടിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു ലേശം താന്നിരുന്ന ഇവിടെയൊക്കെ താഴെ കല്ലാണ്. ഈ കല്ലിൻ്റെ ഗ്യാപ്പുകളിൽ കടലിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് വല വീശണത്. താഴെ കല്ലിൻ്റെ ഗ്യാപ്പുകളിലാണ് മീൻ വന്നത്. അതേപോലെ തന്നെ തോണി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ കടൽ കുടുങ്ങി ഏത് സമയത്തും മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. തോണിയിലൊക്കെ വളരെ ശ്രദ്ധിച്ചും കണ്ട് കളിക്കണം അവിടെ. പിന്നാണെങ്കിൽ ഇവിടെ നല്ല അമൂറ്, വലിയ ചെമ്പല്ലി, ഏരി, ഇങ്ങനെ വലിയ വലിയ മീനൊക്കെ ഇപ്പോൾ വലിയ മീനൊക്കെയാണ് ഇവിടുന്ന് കിട്ടാറ്. ഇത് ഇവിടെ കരവോറം വീതലിക്കുന്ന ഇത് ചെറിയ മീനിക്കാൻ വീയുന്നത്. അതായത് മാലാന്, തിരുത, മാന്ത, പ്രാച്ചി, ഇങ്ങനെ മീനിക്കാൻ വീയുന്നത്. മറ്റേത് വലിയ മീനിക്കാണ് വല വീശുന്നത്. കല്ലിൻ്റെ ഉള്ളിൽ അവിടെയാണ് അവർ വല വീശുന്നത്. ഇത് ഇവിടെ മാലാനി, തിരുത, മറ്റേ ചെറിയ മീനുകളുണ്ടല്ലേ, അതിന് വല വീശണം. അപ്പോൾ നമുക്ക് ഇവർ വീശൊന്നും കൂടി ഒന്ന് കണ്ടോക്കാം. അത് അവിടെ വേറൊരു ടീം വല വീശുന്നുണ്ട്. ഈ പണി ചാലിയത്തല്ലാതെ വേറൊരു നാട്ടിൽ എടുക്കുന്നത് കോഴിക്കോട് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. എല്ലാ ചാലിയത്ത് അല്ലാതെ വേറെ എവിടെ ഇപ്പോൾ ഈ പണി എടുക്കില്ല. അപ്പോൾ നമുക്ക് ഈ വീശലൊന്ന് കാണാം. മതി മതി. Banyak aku അപ്പം ഇവർക്ക് കിട്ടിയ മീനാണ്. മാന്ത ഞാൻ വിട്ട്
മാന്തകളാണ്, അതായത് നുങ്ക് എലപ്പാട്ടി എന്നൊക്കെ പറഞ്ഞ മീൻ. ഇത് വേറൊരു ടീമാണ്. ഇവിടെ ഒക്കെ താഴെ കല്ലാണ് കേട്ടോ. ഈ വല വീശണ ഈ ഭാഗത്തൊക്കെ താഴെ കല്ലാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട തോണി വല വീശണെടുത്ത് അവിടെ വലിയ വലിയ പാറകളൊക്കെയാണ് താഴെ. ഇവിടെ കൂടുതലായിട്ട് കണ്ടങ്കല്ലുകളാണ്, ചെറിയ ചെറിയ കണ്ടങ്കല്ലുകൾ. മോശമാണ് ഈ വിലക്ക്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീശിയ തോണിക്കാർ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയിട്ട് നോക്കാം മീൻ എത്ര ഉണ്ട് എന്ന്. ഇതാണ് ഇന്ന് വല വീശിയിട്ടുള്ള മീൻ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി പോവും. ഇത് വിച്ചിങ്ങാണ്ട് ഒന്നും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് ഒന്നും കൂടി പോയി നോക്കും. അപ്പം ഈ പണി പുഴയിൽ വീശലുണ്ട് ആളുകൾ തോണി താത്തിട്ട്. പക്ഷെ ചാലിയത്താണ് കടലിൽ തോണി താത്തിട്ട് വീശൽ. ഈ സമയത്ത് കടൽ ശാന്തമായി എടുക്കുമ്പോൾ ആളുകൾ വന്നുകൊണ്ട് പുഴയിൽ വീശുന്ന ആളുകൾ ഇവിടെ വന്ന് വീശലുണ്ട്. പക്ഷെ കടൽ ശോഭമുള്ള സമയത്ത് ഇവിടെ ചാലിയത്ത് മാത്രമേ ഈ പണി കേരളത്തിൽ എടുക്കലുള്ളൂ. വെട്ടക്കണ ചെമ്പല്ലി. അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ വെക്കുക. ഓക്കെ, വീണ്ടും കാണാം.